എടുക്കുന്നത് കനാബിസ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന ഓയിലാണ്. ആ ചെടിയുടെ സയന്റിഫിക്കലി നെയിമാണ് എന്ത് പറയുന്നത്, കനാബിസ് പ്ലാന്റ്. ഓക്കെ, നമ്മളിപ്പോ വാഴ, തെങ്ങ്, പ്ലാവ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈപ്പ് വാഴയാണോ? പല ടൈപ്പ് വാഴകളില്ലേ, തെങ്ങുകളും പല ടൈപ്പ് ഉണ്ട്, ചീര പോലും തുളസി പോലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കനാബിസ് പ്ലാന്റിൽ പല ചെടികളുണ്ട്. അതില് കനാബിസ് സാറ്റിവ അല്ലെങ്കിൽ ഗോൾഡൻ ലീഫ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് എന്തെടുക്കുന്നത്, CBD ഓയിൽ എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് CBD ഓയിൽ എടുക്കുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിലത്തെ 2-3-4 ഘടകങ്ങളുണ്ട്. അതിലത്തെ കനാബിനോൾ എന്ന് പറയുന്ന രാസവസ്തുവാണ് നമുക്ക് എന്ത് വരുന്നത്, ഗുണകരമായിട്ട് വരുന്നത്. എന്തിനാ കനാബിനോൾ വരുന്നത് വെച്ചാൽ നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ കുറെ സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ സിസ്റ്റംസ് ആണുള്ളത്? റീപ്രൊഡക്ഷൻ സിസ്റ്റം കേട്ടതാണല്ലോ, ഡൈജസ്റ്റീവ് സിസ്റ്റം കേട്ടതാണല്ലോ, നെർവസ് സിസ്റ്റം കേട്ടതാണല്ലോ. ഇങ്ങനെ കുറെ സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരം കുറെ രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഏകദേശം പറയുന്നത് 50-ൽ പരം രാസവസ്തുക്കൾ, ഹോർമോൺസ് ബോഡി എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു ഹോർമോണിന്റെ പേര് പറയാം മാഡത്തിന്, നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് അല്ലെ? ആരുണ്ടാക്കുന്ന? തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നതാണ്. മറ്റൊന്ന് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തെ നമ്മൾ കേട്ടു, നമ്മൾ പിത്തസഞ്ചി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്, പിത്തരസം. കേട്ടിട്ടുണ്ടല്ലോ, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾക്ക്. നമ്മളെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്, ഇൻസുലിൻ. ഇതേപോലെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതേപോലെ ഉണ്ടാക്കുന്നതാണ് കനാബിനോൾ എന്ന് പറയുന്ന രാസവസ്തു. ഇത് ബോഡി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ചിലവർക്ക് പ്രായം കൂടുമ്പോൾ, ചിലർ കുട്ടികളിലെ ഡയബറ്റിക് പേഷ്യന്റ് ആകുന്നത് പോലെ അവരുടെ ശരീരത്തിൽ ആ കനാബിനോൾ എന്ന് പറഞ്ഞ രാസവസ്തുവിന്റെ തോത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോ ഇൻസുലിന്റെ തോത് കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസുലിൻ ക്വാളിറ്റി ഇല്ല, ഇൻസുലിൻ ബോഡി അബ്സോർബ് ചെയ്യുന്ന എന്തെങ്കിലും കാരണമാവട്ടെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ആരായി മാറി, ഡയബറ്റിക് പേഷ്യന്റ്. അപ്പോ എന്ന് പറയുന്നത് പോലെ ഈ കനാബിനോൾ എന്ന് പറഞ്ഞ രാസവസ്തുവിന്റെ കുറയുമ്പോൾ അത് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കുറെ സിസ്റ്റംസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അത്തരത്തിൽ വരുന്ന ഒരു സിസ്റ്റമാണ് എൻഡോ കനാബിനോയിഡ് സിസ്റ്റം. ഡോക്ടേഴ്സ് അതിനെ വിളിക്കുന്നത് ECS എന്നാണ്, എൻഡോ കനാബിനോയിഡ് സിസ്റ്റം. എന്താ ECS എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന സിഗ്നലിംഗ് സിസ്റ്റത്തിനാണ് എന്ന് പറയുന്നത് ECS എന്ന് പറയുന്നത്. ഇപ്പൊ സിഗ്നലിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മുഖത്തേക്ക് എന്തോ ഒരു സാധനം വരുന്നു എന്ന് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മുഖം വെട്ടിക്കും. ഇപ്പൊ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ കാലിലൂടെ എന്തോ ഒരു സാധനം എഴയുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്താൽ നിങ്ങൾ അതിനെ കാണുവേണ്ട, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, കാല് തട്ടി മാറ്റും. എവിടുന്നാ സിഗ്നൽ പോകുന്നത്, തലച്ചോറിൽ. മനസ്സിലായി? അപ്പൊ തലച്ചോറ് കൺട്രോൾ ചെയ്യുന്ന മേജർ 8 ഫങ്ഷൻസ് ഉണ്ടെന്നാണ്. ആ ഫങ്ഷൻസില് ഒന്ന് അപസ്മാരം കേട്ടിട്ടുണ്ടല്ലോ, ഫിക്സ്. ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത് അപസ്മാരത്തിന്റെ മൂല കാരണമായിട്ട് വരുന്നത് ECSന്റെ തകരാറ് കൊണ്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ചിലവർക്ക് മെമ്മറി ലോസ് വരും, ഓർമ്മക്കുറവ്, ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ചിലരെ സമയത്തോളം വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റു ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഉച്ചക്കും കഴിച്ചിട്ടുണ്ടാവില്ല, രാത്രി എന്തെങ്കിലും ഒരു കഞ്ഞിയോ 2 ചപ്പാത്തിയോ കൊടുത്താലും പറയുന്നത് വേണ്ടാന്ന് പറയും, വിശപ്പില്ല. ചിലർക്ക് ഉറക്കം കിട്ടുന്നില്ല, രാത്രി കുളിയെല്ലാം കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നാലും ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറോ കഴിഞ്ഞാൽ ഇത് കിട്ടുന്നില്ല, ഉറക്കം കിട്ടും. ഇങ്ങനെ പ്രയാസം വഹിക്കുന്നത് 8 മേജർ ഫങ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ 8 മേജർ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റാണ് ഇത് നമ്മുടെ CBD ഓയിൽ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെപ്പറിനോയിഡിന് 1499 രൂപയെ വില വരുന്നുള്ളൂ. അതിൽ എത്ര ഉണ്ടാവും, 30 എണ്ണം ഉണ്ടാവും. ഈ CBD ഓയിൽ എന്ന് പറഞ്ഞാൽ 4000 രൂപയെ വില. ഓക്കെ, അതിന്റെ ml തൊട്ട് മുകളിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ, ആ 4000ന്റെ തൊട്ട് മുകളിൽ എത്ര ml? 10 ml. 10 ml എന്ന് പറഞ്ഞാല് 1 ടീസ്പൂൺ എത്ര ml? 5 ml. അപ്പോ എത്ര ടീസ്പൂൺ ഉണ്ടാവും? 2 ടീസ്പൂണാണ് വില. എത്ര വരുന്നത്? 4000 രൂപ കോസ്റ്റ് വരുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്? ഇതിലൊരു പില്ലർ ഉണ്ടാവും. ആ പില്ലർ എടുത്തിട്ട് 5 തുള്ളി രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വായിലിട്ടിരിക്കുക. കൃത്യമായി പറയുന്ന സ്പോട്ട് നാവിന് താഴെ. ഒരു 2 മിനിറ്റ് വായ എന്ത് ചെയ്യുക, അടച്ചു പിടിക്കുക. ബോഡി മാക്സിമം എന്ത് ചെയ്യും, അവിടുന്ന് അബ്സോർവ് ചെയ്യും. ബാക്കിയുള്ളത് ഉമിനീരിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്ത് നോക്കൂ. വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പ്രകടമായ രൂപത്തിൽ റിസൾട്ട് കാണാൻ പറ്റും. എനിവേ, ഈ രൂപത്തിലുള്ള അനവധി പ്രൊഡക്റ്റുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അനവധി എന്ന് പറഞ്ഞാൽ ഏകദേശം 42ഓളം വരുന്ന പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. ക്ലിയർ ആയത്? ഇനി